പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 103 അധ്യായം 11 വാക്യം. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. സ്നേഹമുള്ളവരെ, സ്വർഗം തുറന്നു തന്ന നിമിഷങ്ങളിലാണ് നമ്മൾ ഇരുവാലയത്തിലായിരിക്കുമ്പോഴും വിദൂരങ്ങളിൽ ഓൺലൈനായിട്ട് നമ്മളൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും തിരിച്ചറിയുക, എനിക്കും നിനക്കും വേണ്ടി സ്വർഗം തുറന്നു തന്ന നിമിഷത്തിൽ ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ തിരിച്ചറിയുക എത്രത്തോളം വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു. അവിടെ എല്ലാം തിരിച്ചറിയേണ്ടത് അവിടുത്തെ സ്നേഹം അനന്തമായി ഇന്നും എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് സ്ഥാപിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭ വിചിന്തനത്തിനായിട്ട് തരുന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയാണ്. ഒരു വിധവയെ പറ്റി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോ പഠിപ്പിക്കുകയല്ല, മറിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരെയും വീക്ഷിക്കുകയായിരുന്നു. ഒരു പക്ഷേ സുവിശേഷം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തോട്ട് ഭംഗിയായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കാണുകയായിരുന്നു. ഈശോയെ പറ്റി അല്ലെങ്കിൽ ദൈവത്തെ പറ്റി ഓരോ നിമിഷവും പറഞ്ഞു കൊടുക്കുന്ന ഇടവേളകളിൽ ആ ഒരു ഗുരുവിനെ ആ ഒരു സമൂഹം അംഗീകരിച്ച ആ ഒരു സമയത്ത് എല്ലാവരും ഈ ഗുരുവിനെ കാണിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലെ ഓരോ കാണിക്കകൾ കൊണ്ടുവരുന്നു കൊടുക്കുന്നുണ്ട്. ഓരോ കാണിക്കകൾ അവർ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുമ്പോഴും ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ ബാക്കിയായിട്ടുള്ളത് മാത്രമാണ് ദൈവത്തിന് കൊടുക്കുക. പക്ഷേ ഈ വിധവ സ്വയമേ ശൂന്യനാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ 2 ചെമ്പ് നാണയങ്ങൾ അവരുടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. അവിടെ തമ്പുരാൻ പറയുന്നുണ്ട്, വിധവയുടെ കൊച്ചു കാണിക്ക പോലും അത് സ്വർഗത്തിൽ പ്രിയങ്കരമാണ്. സ്നേഹമുള്ളവരെ, ഹൃദയങ്ങൾ കാണുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. ഓർക്കുക, നമ്മൾ എന്ത് ചെയ്തു എന്നതിനപ്പുറത്തോട്ട് എൻ്റെ ഹൃദയം എത്രത്തോളം മറ്റുള്ളവരെ കാണുന്നു, അല്ലെങ്കിൽ അവർ കേൾക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യം തമ്പുരാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് അവർ വിധവയും ബാക്കിയുള്ളവരും അവർ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും അവർ ഭണ്ഡാരത്തിൽ അവരെ സമ്പത്ത് നിക്ഷേപിക്കുമ്പോഴും തമ്പുരാൻ നോക്കിക്കൊണ്ടിരുന്നത് അവരോരോരുത്തരുടെയും ഹൃദയങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഒരു ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഹൃദയമാണ് തമ്പുരാൻ എപ്പോഴും കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം കരുണയോടുകൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നു, അതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്. ഈ ഒരു നിമിഷം നമ്മൾ എത്രത്തോളം സങ്കടത്തിലും വേദനയിലുമാണെങ്കിൽ പോലും തിരിച്ചറിയേണ്ടത്, എന്നെ അനുഗ്രഹിക്കാൻ തക്ക ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനായിരിക്കുക. എൻ്റെ ഹൃദയത്തെ കാണാൻ വേണ്ടി, എൻ്റെ ഹൃദയത്തെ ശുദ്ധിയോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനായിരിക്കുക. ഓർക്കുക, ഈ ഒരു തമ്പുരാൻ എനിക്ക് വേണ്ടി എത്രത്തോളം ചെറുതായെങ്കിൽ, ഒരു തൂവെള്ളോസിയോളം എനിക്ക് വേണ്ടി ചെറുതായെങ്കിൽ, എന്നെ കാണാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ഇരുവരുളിക്കയിലേക്ക് അവിടുന്ന് കടന്നു വരുന്നുണ്ടെങ്കിലും ഈ സ്നേഹത്തിന് ഒരന്ത്യവും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോവുകയും വീണു പോവുകയും വേർതിരിച്ചു പോവുകയും ചെയ്യുന്ന അവസരങ്ങൾ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്നേഹം ഒരിക്കൽ പോലും എന്നെ വേർപിരിഞ്ഞു പോകുന്നില്ല. ഈ സ്നേഹം ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും അകന്നു പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷം നന്ദിയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. എത്രത്തോളം സ്നേഹത്തോടെ ഈ ഒരു തമ്പുരാൻ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അവിടുത്തെ കൂടെ ആയിരിക്കാൻ വേണ്ടി അവരോരോരുത്തരും ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും
അവൻ്റെ കൂടെയായിരിക്കാനാണ് നമ്മുടെ വിളി. കരുണയുടെ ഏറ്റവും ഉദാത്തമായ മാർഗ തൻ്റെ ജീവിതത്തിലൂടെ തമ്പുരാനെ പ്രദർശിപ്പിച്ചപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എത്രയോ വിധവകളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അവിടെയെല്ലാം ആ വിധവകൾ തമ്പുരാനിൽ ആശ്രയം വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ അവരെല്ലാം അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു വിധവയെ യഹൂദ പാരമ്പര്യം സംബന്ധിച്ചിടത്തോളം ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ മരണപ്പെട്ടു പോകുന്ന അവസരത്തിൽ പലപ്പോഴും അവർ പൂർണ്ണമായ ആശ്രയത്വം അവർ ദൈവത്തിൽ അർപ്പിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ആരെങ്കിലും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തോട്ട് പലപ്പോഴും അവർ പൂർണ്ണമായ ആശ്രയത്വം അവരുടെ യഹോവയായ ദൈവത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിലാണെങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ വിധവ തൻ്റെ കൊച്ചു കാണിക്ക സമർപ്പിക്കുമ്പോൾ ഓർക്കുക, 10, 20, 30% ആശ്രയത്വമല്ല, 100% ആശ്രയത്വം ദൈവത്തിൽ കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതം തന്നെ ആ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തും കടന്നു വന്നോട്ടെ, അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഒരു വിധവ ആ ഒരു കൊച്ചു കാണിക്ക സമർപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഞാൻ എന്തൊക്കെ വിട്ടുകൊടുക്കാൻ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയായിരിക്കുന്ന ഈ നിമിഷം, ഈശോയുടെ കൂടെയായിരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തിൽ നമുക്കും തിരിച്ചറിയാം എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ അവിടത്തേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും ഞാൻ എന്തൊക്കെ അവിടുത്തെ സ്നേഹത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അവിടുത്തെ സ്നേഹം അനന്തമാണ്. അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തോട് ഓർക്കേണ്ടത്, പലപ്പോഴും മനുഷ്യബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുമ്പോഴും അവരെന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോഴും അവരവസ്ഥയിൽ പലപ്പോഴും അത് തുടരാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സും വ്യതിചലിച്ചു പോകാറുണ്ട്, സങ്കടപ്പെട്ടു പോകാറുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് തമ്പുരാനെ വിട്ടുകൊടുത്ത്, നമ്മളെ തന്നെ തമ്പുരാനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ തിരിച്ചറിയുക അവിടുത്തെ സ്നേഹം അനന്തമാണ്. ഈശോയുടെ കൂടെ ആയിരിക്കാം നമുക്ക് ഓരോരുത്തർക്കും. ഈ ഒരു നിമിഷം കൃപയുടെ മണിക്കൂറിൽ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പോൾ തിരിച്ചറിയുക, പെറ്റമ്മ മറന്നാൽ പോലും അവിടുന്ന് നമ്മൾ ആരെയും മറക്കത്തില്ല. ഓർക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പെറ്റമ്മ ആ ഒരു മനുഷ്യനെ മറന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കടകരമാണ്. ഓർക്കുക, മനുഷ്യജീവിതത്തിലെ പല ബന്ധങ്ങളും അതുപോലെയായി തുടരുമ്പോഴും ഈ സ്നേഹത്തിന് പലപ്പോഴും ഒരു അതിർത്തി വരമ്പ് മനുഷ്യബന്ധങ്ങൾ നമ്മൾ പലപ്പോഴും സൃഷ്ടിക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് ദൈവസ്നേഹം അതൊരിക്കൽ പോലും അസ്തമിക്കില്ല, അവസാനിക്കത്തില്ല. പക്ഷേ ആ ഒരു സ്നേഹബോധത്തിലേക്ക് കടന്നു വരുവാനും പലപ്പോഴും നമുക്ക് പറ്റാതെ വരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ, അവിടുത്തെ കൂടെ ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ, ഈ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതവും ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയുക, എന്നെ പൊന്നുപോലെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാരുണ്യം എൻ്റെ കൂടെയുണ്ട്. ഒരു കാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും. സ്നേഹമുള്ളവരെ, ദിവ്യകാരുടെ നാഥന് ആശ്വാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സവും നമ്മുടേതായിട്ടുള്ള എല്ലാം തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷമായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ഹൃദയങ്ങളെയാണ് തമ്പുരാൻ അപേക്ഷിക്കുന്നത്, എൻ്റെ ഹൃദയത്തെയാണ് തമ്പുരാൻ നോക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. കാരണം ഓരോ നിമിഷവും നമ്മുടെ ചെയ്തികളിലും പ്രവൃത്തികളിലുമൊക്കെ പലപ്പോഴും പ്രതിഫലിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലും എൻ്റെ ഓരോ ചെയ്തികളിലും അവിടുത്തെ അനന്തമായ കരുണ പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രതിഫലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പലപ്പോഴും വ്യർത്ഥമാണ്. ഈ ഒരു നിമിഷം നമ്മുടെ ദൈവങ്ങളും പ്രാർത്ഥനകളെല്ലാം ഈ അടുത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് തമ്പുരാനെ വിട്ടുകൊടുക്കാം. അവിടുത്തെ കൈകളിൽ നമ്മൾ ഒരുതരം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ അവിടുത്തെ കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ, ആരാധന ആരാധന ആരാധന.
ആരാധന 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 യേശുനാഥ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും